അതിന് അറബി വേണ്ട, നമുക്ക് നേർക്കുനേരെ. ഇവിടെ പിന്നെ നമ്മൾ പണ്ട് മുസ്ലിയാക്കന്മാരോട് സംവാദം നടത്തിയിട്ടുണ്ട്. ഈ ചങ്ങായിമാർ മുസ്ലിയാക്കന്മാർ എന്ന് വേഷം കെട്ടി വന്നപ്പോൾ ഓരോട് സംവാദം നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജിന്ന് ഗ്രൂപ്പാണെങ്കിൽ വരട്ടെ, ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്, ഒരു പ്രശ്നമില്ല. കെ സക്കരിയ സൊലാഹിയോ, ഷംസുദ്ദീൻ പാലത്തോ, ഡോക്ടർ സുബൈറോ, മറ്റേ ഹാരിസ് ബിൻ സലീമോ, ഇവരൊക്കെ കൊണ്ടുനടക്കുന്ന ന്യായീകരിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയോ, ആര് വന്നാലും കുഴപ്പമില്ല. ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഈ വിഷയത്തിന് നേർക്കുനേരെ ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ പറയണം. പുളിക്കുന്ന ഞാനത് വെല്ലുവിളിച്ച് വഷളാകാണ്. പണ്ട് 6 മാസം മുമ്പ് വേറെ ചങ്ങാനെ വെല്ലുവിളിച്ചിരുന്നു. മൂപ്പര് ബസ് കയറി പോയി ബൈക്ക്. പിന്നെ ഈ ബൈക്കുള്ള ബസ്സിൽ പിന്നെ യാത്ര ചെയ്തെന്ന് അറിയില്ല. കാരണം നമ്മൾ വെറുതെ വെല്ലുവിളിച്ചല്ല. മുജാഹിദ് നമ്മളെ ടീമിന് വാദപ്രതിവാദമില്ല, ഖണ്ഡനപ്രസംഗമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഷാക്കിർ ഇങ്ങനെ ഉറഞ്ഞു തുള്ളല്ലേ. മൂപ്പരോ ഒരു വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ എഴുതാൻ പോലും ഈ കാലം വരെ പങ്കെടുത്തിട്ടില്ല. നടല്ലേ, ഒരു വ്യവസ്ഥ എഴുതാനെങ്കിലും പങ്കെടുത്ത ഒരാളിത് പറയുകയാണെങ്കിൽ, സ്വന്തം നാട്ടിലെങ്കിലും ഒരു തൗഹീദ് പ്രഭാഷണം നടത്തുകയാണെങ്കിൽ, ഒരു മറുപടി പറയുകയാണെങ്കിൽ, അങ്ങനത്തെ ആൾക്കത് പറയാൻ എന്തെങ്കിലും ഒരു അവകാശം ഉണ്ടോ എന്ന് ആലോചിക്കായിരുന്നു. അവിടെ നമ്മൾ ചോദിച്ചത് ഷാക്കിർ തയ്യാറാവുമോ, ഷെരീഫ് തയ്യാറാവുമോ, ആരെങ്കിലും കിട്ടുമോ? പറഞ്ഞിട്ട് അടുത്ത ബസ്സിന് കയറിപ്പോയി. ഇപ്പം നമ്മൾ വീണ്ടും ചോദിക്കാണ്, ഒരു മൂല്യരൊന്നുമല്ല, ഏത് മൂല്യരാനും കുഴപ്പമില്ല, ആ പേരിലായാൽ മതി, ആ ടീമിൻ്റെ പേരിൽ ആര് വന്നാലും ഈ വിഷയത്തിൽ ഒരു ചർച്ച നമുക്ക് നേർക്കുന്നതിന് നടത്താം. പ്രമാണങ്ങൾ വെച്ച് സംസാരിക്കാൻ തയ്യാറാണ്, പ്രമാണങ്ങൾ വെച്ചിട്ട്. ഒന്നാമതായി എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്നലകളിൽ ആദർശം എന്ന് നിങ്ങൾ സമൂഹത്തോട് ഉറക്കെ പറയണം. ആ ആദർശത്തിൽ തന്നെയാണോ ഇപ്പോൾ നിങ്ങൾ നിലനിൽക്കുന്നത് എന്ന് പ്രമാണങ്ങളുടെ പിൻബലത്തിൽ സംസാരിക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് അവിടെ ഓടി ഇവിടെ ഓടി ഇവിടെ ഓടി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മളെ കുറെ ചീത്ത അറിഞ്ഞുകൊണ്ടൊന്നും ഇത് തെളിവാവില്ല. നമുക്ക് കുറേ പേരിട്ടു, അങ്ങനെ എത്ര പേര്, ആ പേരൊക്കെ പരലോകത്തെ നമുക്ക് ഉപകരിക്കുന്നല്ലാതെ വേറെ നമുക്ക് എന്താ ബുദ്ധിമുട്ട്? എന്നിട്ട് ഈ മഹാനായ ശക്തനായ പ്രബലനായ ജിന്നിന്റെ ശക്തി അത് അതിലേറെ ഉഷാറാ. ആ ശക്തി കൂടി ഒന്നും പിശാച് ജിന്നുകൾ ദേഷ്യം മൂലം ഉപദ്രവിക്കുക മനുഷ്യരെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ചിലപ്പോൾ അറിയാതെ ജിന്നുകളെ മനുഷ്യന് കൊന്നെന്ന് വരും, അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചെന്ന് വരും. ഉദാഹരണമായിട്ട് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണിവർ. നമ്മൾ ചിലപ്പോൾ മേശ ഒന്നങ്ങ് അടുപ്പിച്ചിടുമ്പോൾ ജിന്നടക്കം കുടുങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അടുപ്പെന്ന് ചൂടോടെടുത്തങ്ങ് ഒഴിച്ചപ്പോൾ ജിന്നിന്റെ ദേഹത്തായിരിക്കും വീണ്ടുണ്ടാകുക. അല്ല തേങ്ങ വലിച്ചിട്ടപ്പോൾ ജിന്നിന്റെ പുറത്തായിരിക്കും വീണ്ടുണ്ടാകുക. നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ജിന്നുകൾ വിചാരിക്കും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? മരണം പലപ്പോഴും ഉണ്ടാവാം. ഭൗതികമായ കാരണങ്ങൾ കൊണ്ട് ജിന്ന് ചിലപ്പോൾ മരിച്ചു വരും. ഇപ്പോൾ ഒരു കെട്ടിടത്തിന് തീപിടുത്തുണ്ടായ മനുഷ്യന്മാർ മരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ജിന്നുകളും മരിച്ചു വരും. മറ്റു പലയിടത്തും ഇപ്പോൾ കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രാവാഹനം, ആ യാത്രാവാഹനത്തിൽ ഏതെങ്കിലും ഒഴിഞ്ഞ റൂമുകളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വല്ല ജിന്നുകളും താമസമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കപ്പൽ മുങ്ങി മരിച്ചു എന്ന് വരും. മറ്റു പല അവരുടേതായ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ കൊണ്ട് മരണം ഉണ്ടായെന്ന് വരും. നമ്മൾ തന്നെ ചിലപ്പോൾ വെറുതെ ഒരു കല്ലെടുത്തെറിയുകയോ ഒരു വടി എടുത്തെറിയുകയോ ചെയ്താൽ അതുകൊണ്ട് ഒരു ജിന്ന് മരിച്ചു എന്ന് വരും, പരിക്ക് പറ്റിയെന്ന് വരും. നമുക്കതറിയാൻ പറ്റൂല. ജിന്നിൻ്റെതായ ലോകത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും നമ്മൾ പറഞ്ഞത് ജിന്നിന്റെ പ്രകൃതത്തെക്കുറിച്ചാണ്. താമസിക്കാൻ താവളം കിട്ടുമെന്ന് നോക്കി അടക്കാം. ഏതൊരു വീട്ടിന്റെ വാതിൽ തുറക്കാം, വാതിൽ അടച്ചിട്ട് ശൈത്താന് കയറാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ പുറത്തും വാതിൽ അടച്ചിട്ട് തന്നെ പോകണം. കിടക്കുമ്പോൾ നിങ്ങൾ വാതിൽ അടയ്ക്കുക തന്നെ വേണം. മനസ്സിലായില്ലേ? ശൈത്താന് കൂടുതലായി വിളയാട്ടം ഉണ്ടാകുന്ന സന്ധ്യാസമയങ്ങളിൽ നിങ്ങൾ വാതിൽ അടയ്ക്കുക തന്നെ വേണം. ഇതൊക്കെ പഠിപ്പിച്ചെന്തിനാ? അതേപോലെ നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്നിടരുത്, മൂടി വെക്കുക തന്നെ വേണം. ഇത്തരം കൽപ്പനകളൊക്കെ നമുക്ക് തരുമ്പോൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ശൈത്താൻ ഇങ്ങനെ ഓരോ വീട്ടിലും വന്ന് നോക്കും, വാതിൽ അടച്ചാൽ പോവും, തുറന്നിട്ടാ കയറും. ഇനി ഒരാൾ വന്നിട്ട് ഒരു കുടുംബം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കുടുംബം വീട്ടിൻ്റെ അകത്തേക്കാണ് കയറുകയാണ്. കയറുമ്പോൾ ശൈത്താൻ അവിടെ കൂടെ വരും. കൂടെ വന്നിട്ട് അള്ളാന്റെ നാമം ഉച്ചരിച്ചാൽ ശ്രദ്ധിക്കണം എന്നാണ് അവിടെ നബി പറഞ്ഞത്. മഗ്‌രിബായ കുട്ടികളെ പുറത്തേക്ക് വിടരുതെന്ന്. ചെറിയ കുട്ടികളെ മഗ്‌രിബായ പുറത്തു കൂടാൻ പറ്റില്ല. പഴയ കാലത്തൊക്കെ മഗ്‌രിബാകുമ്പോക്കിന് മഗ്‌രിബായത് കണ്ടില്ല വേഗം കയറിക്കാണ് അകത്തേക്ക് എന്ന് പറയും. ഇപ്പോൾ അറിയില്ല എന്താ മഗ്‌രിബായ പ്രശ്നം. ഡേറ്റൊക്കെ അല്ലേ പിശാചുക്കൾ ഷെയ്ത്താൻ പുറത്തിറങ്ങുന്ന സമയമാണത്. ഷെയ്ത്താൻ പുറത്തിറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ പുറത്ത് കൂടരുതെന്നാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് വളരെ വലിയ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ വെറുതെ ആ കുട്ടിനമ്മമാരോട് ഞാൻ അങ്ങനെ ചോദിച്ചു, എപ്പോഴേത് തുടങ്ങിയതെന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഞങ്ങളൊക്കെ മഗ്‌രിബിക്ക് വാങ്ങി കൊടുത്ത് ഒളുണ്ടാക്കി
നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോണ്ട് ഇവന് വല്ലാത്ത ഉള്ളാക്കിട്ട് അങ്ങനെ വരെ നാട്ടിൽ പറയാം തൊള്ളട്ട് ഒച്ചിട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒച്ചിട്ട് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഇവന് സുഖമല്ല. ഞങ്ങൾ ഓനെ കൊണ്ടുപോകാത്ത സ്ഥലമല്ല എന്നാണ്. ഞാൻ അതുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതുകൊണ്ടുമാവാം. അപ്പോൾ ഞാനതിലൊന്നും പറയുന്നില്ല. കാരണം ജിന്നിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഏത് ജിന്ന്? എല്ലാ അപകടങ്ങളും നമ്മൾ രക്ഷപ്പെടുന്ന ജിന്ന്. അത് ചുടുവെള്ളം തട്ടിയാൽ പൊള്ളിപ്പോവും, പിന്നെ വടികൊണ്ട് എറിഞ്ഞാൽ ചത്തുപോവും, അതുപോലെ തന്നെ മേശ നീക്കിയാൽ കുടുങ്ങിപ്പോവും. പിന്നെ ഇങ്ങനെ വന്നിട്ട് വാതിലിങ്ങനെ തുറന്നുണ്ടോ നോക്കി ഇങ്ങനെ നിൽക്കുക, അടച്ചാ പോയി. എന്താണ് ഇപ്പം ഇതിന്? ഇത് ഏതാ ജിന്ന്? ജിന്ന് എന്ന് പറഞ്ഞത് നമ്മുടെ സുലൈമാൻ നബിയുടെ കാലത്ത് ബിൽക്കീസിന്റെ കൊട്ടാരം വരെ കൊണ്ടുവന്ന് കൊടുത്ത ജിന്നാണേ. ആ ജിന്നിനെ 3 കാലിൻ്റെ ഈ മറ്റേ പിലാവിൻ്റെ വാതിലും ജനലൊക്കെയാണ് പ്രശ്നേ. എന്താണ് ഈ ചെങ്ങായിമാർ? ജിന്നിന് അങ്ങനെ കയറണമെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? നിങ്ങൾ പറഞ്ഞ ഈ മാത്രമല്ല, അപകടങ്ങളൊക്കെ രക്ഷപ്പെടുന്ന ജിന്നാണല്ലോ. ആ ജിന്നിന് ഇത് വലിയ വാതിൽ അടച്ചവനെ കയറൂല. ആ വാതിൽ തുറന്നോ നോക്കി ഇങ്ങനെ നടക്കുക. നിങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കൂടെ ഇങ്ങനെ വരും, വാതിലടച്ച് ഒറ്റപ്പോക്കെ. അത് കഴിഞ്ഞ് മര്യാദ കൊണ്ടാണോ അറിയില്ല കേട്ടോ, ഇപ്പം അങ്ങനെയാവാം. പിന്നെ ഈ ഭക്ഷണമൊക്കെ മൂടി വച്ചാൽ അതിന് കിട്ടില്ല, തുറന്നു വെച്ചാൽ അപ്പം തിന്നു പോകും. ആ ഭക്ഷണത്തിന് മൂടി തുറക്കാൻ കഴിയില്ലേ? ആര് വലിയ ആക്സിഡന്റ് ആകുമ്പോൾ നമ്മൾ തള്ളി വേണ്ട ആൾക്ക് ഭക്ഷണത്തിന്റെ മൂടി തുറക്കാൻ കഴിയില്ല. എന്ത് മൂടിയത്? അതിൻ്റെ ശക്തി, അതിൻ്റെ കഴിവ്, അതിൻ്റെ ബലം, ഇതൊക്കെ കേട്ടിട്ടും അതങ്ങനെ തന്നെ വിശ്വസിച്ച് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ ഒരു ടീം. TP അതേ പറഞ്ഞാൽ നമ്മൾ തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും അത് നിങ്ങൾ അംഗീകരിച്ചാൽ മതിയാവൂ. നിങ്ങളുടെ സ്വർഗത്തിലെത്തിക്കേണ്ട ബാധ്യത നമ്മളെ ഏറ്റെടുത്തതല്ലേ.